കഴിഞ്ഞ ദിവസം നമ്മള് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയില് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനെ പറ്റി നമ്മള് വളരെ കാര്യമായിട്ടത് പ്രസന്റ് ചെയ്തു. അത് നിങ്ങൾ കാര്യമായിട്ടത് സ്വീകരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലരും പറഞ്ഞു ക്ലിയറായി എന്ന്. സത്യസന്ധതയോടെയാണ് പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ് കെമിക്കൽ കോമ്പിനേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അതെങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, matter can neither be created nor be destroyed. അതിന് തെളിവായിട്ട് നമ്മൾ കൊടുത്തു ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്ടൻസ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് ദി പ്രോഡക്ട്സ് എന്ന് നമ്മൾ കൊടുത്ത് അവിടെ അടിത്തറയിട്ട് കഴിഞ്ഞു. അതാരാ കണ്ടുപിടിച്ചെന്നും പറഞ്ഞു, അൻഡോയിൻ ലവോസിയർ ആണ് കണ്ടുപിടിച്ചെന്നും പറഞ്ഞു. ലവോസിയർ ആരാണെന്നും പറഞ്ഞു, ഫാദർ ഓഫ് ഏൻഷ്യന്റ് കെമിസ്ട്രി ആണെന്നും പറഞ്ഞു. അടുത്ത നമ്മൾ രണ്ടാമത്തേലേക്ക് പോയത് ലാ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലാ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലാ ഓഫ് ഫിക്സഡ് പ്രൊപ്പോർഷൻ. എങ്ങനെ പറഞ്ഞാലും ഇതൊന്ന് തന്നെ. അത് പറയുന്നത് സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെന്റ്സ് കമ്പൈൻഡ് ഇൻ ദി ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ആനന്ദിന്റെ വീട്ടിൽ ദോശ ഉണ്ടാക്കുന്നെങ്കിൽ ആ ദോശയ്ക്കകത്ത് ഏതൊക്കെ സാധനങ്ങളുണ്ടോ അതേ സാധനങ്ങൾ തന്നെയാണ് ഹെലന്റെ വീട്ടിലുണ്ടാക്കുന്നത്. ആ ദോശയ്ക്കകത്ത് അതേ സാധനങ്ങളാണ് ഉള്ളത്. പുട്ടുണ്ടാക്കുകയാണെങ്കിൽ അറിയാം എന്തൊക്കെയാണെന്ന്. ആ സാധനങ്ങൾ അതേ സെയിം കോമ്പൗണ്ട്, സെയിം പുട്ട്, സെയിം കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്സ് ഇൻ എ ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അതാണ് ലാ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അത് കണ്ടുപിടിച്ചത് പറഞ്ഞു ജോസഫ് പ്രൗസ്റ്റ് എന്നും പറഞ്ഞു. ആരാണ്? ജോസഫ് പ്രൗസ്റ്റ്. പ്രൊപ്പോർഷൻ പ്രൗസ്റ്റ് എന്നും പറഞ്ഞ് നിർത്തിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് പോയത്. പലെല്ലാരും സ്വീകരിച്ചു എന്നാണ് എനിക്ക് അറിവ് കിട്ടിയത്. ഇന്ന് നമുക്ക് ബാക്കി രണ്ടെണ്ണം കൂടെ അതിലുണ്ട്. അതിലൊന്ന് ഇതാണ് ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയും ലാ ഓഫ് മൾട്ടിപ്പിൾ. ഇനി അടുത്ത ഇതാണ് ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എന്താണ് മൾട്ടിപ്പിൾ? കേൾക്കുമ്പോഴേ അറിയാം. മൾട്ടിപ്പിൾ ചോയ്സ്, ഒന്നിലധികം ചോയ്സ്, മൾട്ടിപ്പിൾ ചോയ്സ്, മൾട്ടിപ്പിൾ ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചിലർ നിങ്ങൾ കേട്ടാണ് ഇരട്ട കുട്ടികളുടെ അച്ഛനൊക്കെ. അതേപോലെ കാർബണും ഓക്സിജനൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. ഉണ്ടായിക്കൂടെ? ആണ്ടോ മൾട്ടിപ്പിൾ ഉണ്ടാവും. രണ്ടെണ്ണത്തിലാണ് ഒന്നധികം കോമ്പൗണ്ട് ഉണ്ടാവുക. മോർ ദാൻ വൺ കോമ്പൗണ്ട് ഈസ് ഒബ്റ്റൈൻഡ്. ടു എലമെന്റ്സ്, രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്യുന്നു. മോർ ദാൻ വൺ കോമ്പൗണ്ട് ഉണ്ടാവും. ടു എലമെന്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നധികം കോമ്പൗണ്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഇത് മാത്രമേ ഉള്ളൂ? അല്ല, ഇതാ നോക്കി. പിന്നെ ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ എഴുതാം. സൾഫർ പ്ലസ് ഓക്സിജൻ ഗ്യാസ് SO2 ഉണ്ടാകാം, SO3 ഉണ്ടാകാം. വേണ്ട, മോർ ദാൻ വൺ കോമ്പൗണ്ട്, ടു കോമ്പൗണ്ട്സ് അല്ല, മോർ ദാൻ വൺ കോമ്പൗണ്ട്. വേറെ എക്സാമ്പിൾ എഴുതാം. നൈട്രജൻ പ്ലസ് ഓക്സിജൻ ഗ്യാസ്
NO ഉണ്ടാകാം, NO2 ഉണ്ടാകാം, N2O3 ഉണ്ടാകാം, N2O4 ഉണ്ടാവാം, N2O5 ഉണ്ടാകാം, N2O3 ഒക്കെ ഉണ്ടാവും, N2O4 ഒക്കെ ഉണ്ടാവും, ഒന്നിലധികം കോമൺ ഉണ്ടാവും. അപ്പൊ ഇതാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ച ആള് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ. ഡാൾട്ടൺ അറിയാമല്ലോ, ജോൺ ഡാൾട്ടൺ. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി കൊണ്ടുവന്നതാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പിന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഇത് നോക്കുക. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദിസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ? ബൈ ജോൺ ഡാൾട്ടൺ. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എങ്ങനെയാണ് ജോൺ ഡാൾട്ടൺ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിലേക്ക് പറയുന്നത്? ഇപ്പം സ്റ്റേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എല്ലാരും പറയണം, ഞാൻ പറയുന്നതിന് ശേഷം അഭിജിത്തും പറയണം. ഇതാ നോക്കി, two elements combine to form, കണ്ടോ, combine to form more than one compound. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. Two elements combine to form more than one compound. Two elements combine to form more than one compound. Two elements combine to form more than one compound. തീർന്നില്ല. ഇതിനകത്ത് കാർബൺ 1, ഇതിനകത്ത് കാർബൺ 1. അപ്പൊ ഇതിനകത്ത് 12 ഗ്രാം, ഏറ്റവും 12 ആണ്, ഇതിന് 12 ആണ്. അപ്പൊ അത് ഫിക്സഡ് ആണ്. അത് നമുക്ക് ഇത് നോക്കി, സൾഫർ, ഇവിടെ സൾഫർ ഒന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്കിയ സൾഫർ 32, ഇവിടെ അറ്റോമിക് മാസ് 32. ഇവിടെ ഓക്സിജൻ നോക്കി അറ്റോമിക് മാസ് 16 ആണ്. പക്ഷെ ഇവിടെ നോക്കി 16 to 2 32 ആണ്. ഇവിടെ നോക്കി ഓക്സിജൻ 32 ആണ്. ഓക്സിജൻ ഇവിടെ 16 48 48 ആണ്. ഇവിടെ നോക്കി നൈട്രജൻ 14, അറ്റോമിക് മാസ് 14, ഇവിടെയും 14, ഫിക്സഡ് ആണ്. ഇത് ഡിഫറന്റ് മാസാണ്. 16, ഇതെത്ര? 30. ഒന്നുകൂടെ നമുക്ക് നോക്കാം. Two elements combine to form more than one compound. The fixed mass of one of the element, കണ്ടോ, ഒരെണ്ണം ഫിക്സഡ് ആണ്. Fixed mass of one of the element combined with different mass of another element. Fixed mass of one of the element combined different mass of other element. Different mass ഉണ്ടോ? Element bear a simple ratio 16:32. That is 1:2. ഒരു simple ratio. ഇതാണ് നോക്കി, 32:48. That is 2:3. That's simple ratio ആയിരിക്കും. നമ്മൾ നോക്കി 16:32. That is equal to what? 1:2. Simple ratio ആയിരിക്കും. വേറെ എടുക്കാം. H2 plus O2 gives H2 ഉണ്ടാകാം. ചില സമയത്ത് H2O2 ഉണ്ടായിക്കൂടെ? H2O2 ഉണ്ടാകാം. ഇവിടെ ഫിക്സഡ് മാസ് ഉണ്ടോ? 2, ഇത് 2. അറ്റോമിക് മാസ് ഹൈഡ്രജൻ 1 അല്ലേ? ഇപ്പൊ 2, 2 ഹൈഡ്രജൻ 2. ഓക്സിജൻ എത്ര ഇടും? 16, ഇവിടെ എത്ര? 32. നോക്കി, 16:32. That's equal to what? 1:2 കണ്ടോ? സിമ്പിൾ റേഷ്യോ. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയ സ്റ്റേറ്റ്മെന്റ്. Arunraj, two elements combine to form more than one compound. The different mass of fixed mass of one of the element combined with different mass of other element. The fixed mass of one element combined with different mass of other element bear a simple ratio. ഒന്നുകൂടെ, two elements
combine to form more than one compound. ഇത്രയും പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി ഞാൻ പറയുന്നത് എന്താണ്? ഫിക്സഡ് മാസ് ഓഫ് one element combined with different mass of fixed mass of one element combined with different mass of other element bear a simple ratio. ഒന്നുകൂടെ നോക്കാം. രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഒന്നിലധികം കോമ്പൗണ്ട് ഫോം ചെയ്യും. ആ കോമ്പൗണ്ടില് രണ്ടിനകത്തും ഫിക്സഡ് മാസ് ഉള്ള എലമെന്റ് കാണും. അത് ഡിഫറന്റ് മാസ് ഉള്ള എലമെന്റ് നോക്കണം. ആ ഡിഫറന്റ് മാസ് ഉള്ള എലമെന്റ് ഒരു കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഒന്നുകൂടെ ലിസ്റ്റ് കൂടെ അവസാനം പറയുകയാണ്. എല്ലാരും പറയണം. 2 elements combine to form more than one compound. The different fixed mass, the fixed mass of one element combined with different mass of other element bear a simple ratio. നീ പറഞ്ഞു തരണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരണമെങ്കിൽ എഴുതണമെങ്കിൽ എഴുതാം. എഴുതുവാണെങ്കിൽ എഴുതിക്കോ. Law of multiple proportions states that two elements combine to form more than one compound. The fixed mass of one element combined with the different mass of other element bear a simple ratio. എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്ന് രണ്ട് എക്സാമ്പിൾ എഴുതാം. C+O2 is എഴുതാം. CO2 ഇവിടെ 12 എഴുതാം. നെറ്റ് മാസ് 12 ആണ്. 12 രണ്ട് ഫിക്സഡ് മാസ്. ഇത് ഡിഫറന്റ് മാസാ. 16, 32 എഴുതാം. The simple ratio is 16:32. That's equal to 1:2. കുഴപ്പമില്ലല്ലോ. Any doubt? ഇത് ഇവിടെ എഴുതിക്കോ. S+O2 is SO2, SO3. 32 is to 48. 2 is to 3. Ratio 2 is to 3. Two elements combine to form more than one compound. Two elements combine to form more than one compound. The fixed mass of one element combined with the different mass of
different mass of other element bear a simple ratio. Bear, B-E-A-R, bear a simple ratio. Introduced by John Dalton. ഇത് ഡിഫറന്റ് മാസ് ഉള്ളത് ഓക്സിജൻ ആണ്. ഇതിനകത്ത് ഓക്സിജൻ 16, ഇതിനകത്ത് ഓക്സിജൻ 32. അതാണ് ഓക്സിജൻ. ഇത് ഫിക്സഡ്, അത് വേണ്ട. ഡിഫറന്റ് മാസ് എടുക്കുന്നത്, റേഷ്യോ എടുക്കുന്നത് 16, 32, ദാറ്റ് ഈസ് 1:2. ഇവിടെയാണ് ഇത് ഫിക്സഡ് ആണ്. വേണ്ട, ഇത് ഫിക്സഡ് ആണ്, അത് എടുക്കണ്ട. ഡിഫറന്റ് മാസ് എടുക്കണം. ഇത് 32, ഇത് 48. That is 32:48, that is 2:2. Clear it? Okay. ആർക്കും സംശയം ഇല്ലെന്ന് വിചാരിക്കട്ടെ? വിചാരിക്കാമല്ലോ. ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലായാണെന്ന് ചോദിച്ചാൽ അങ്ങനെ എഴുതണം. ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? കാർബൺ കമ്പൈൻസ് ഓക്സിജൻ ടു കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 1, നെയിം ദ ലാ. ഇപ്പൊ പറയാം, മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ലാ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഹൂ ഇൻട്രൊഡ്യൂസ് ഇറ്റ്? ജോൺ ഡാൾട്ടൺ. State the law. 2 elements combined to more than 1 compound. 2 elements combined to more than 1 compound. The fixed mass of 1 element combined to different mass of other element. Fixed mass of 1 element combined to different mass of other element. Bear a simple ratio. ഏത് വേണമെങ്കിലും എടുത്തോ, ഒന്നല്ല ഏത് കോമ്പൗണ്ടും എടുത്തോ, നോ പ്രോബ്ലം. ഇതാണ് വാട്ട് ഈസ് കാൾഡ് law of multiple proportion. മൾട്ടിപ്പിൾ, ഒന്നിലധികം. എനിക്കിത് അവസാനിപ്പിക്കാമല്ലോ? അവസാനിപ്പിക്കാം, കുഴപ്പമില്ലല്ലോ. ഇനിടാവും ആർക്കെങ്കിലും? ആതിര ഇല്ല, ക്ലിയർ. ഷീജ, സാന്ദ്ര, ആരുണ്ട്? കുഴപ്പമില്ലല്ലോ. ഇല്ല, ഉണ്ടെങ്കിൽ പറഞ്ഞു വേണം. ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. മനസ്സിലല്ല? ഓക്കെ, ഇല്ല, ശരി. കേട്ടോ, നമുക്ക് ഒരു ലായം കൂടെ ബാക്കിയുണ്ട്. അത് സിമ്പിൾ ലായ. ഇത്രയ്ക്കാണ് പാടുകളുണ്ട്. അത് സിമ്പിൾ ലായാണ്. നോക്കാം നമുക്ക്. ലാ അടുത്തത് ഗേ ലുസാക്സ് ലാ ഓഫ് ഗേഷ്യസ് വോളിയം. ഗേ ലുസാക്സ് ലാ ഓഫ് ഗേഷ്യസ് വോളിയംസ്. അടുത്ത ലായാണ്, നാലാമത്തെ ലാ, ഫോർത്ത് ലാ. ഗേ ലുസാക്സ് 2 പേരാണ്, 2 ചേട്ടന്മാരല്ല, 2 ആത്മാർ സുഹൃത്തുക്കളാണ്. ഇവിടെയുള്ളവരൊന്നും അല്ല, ജർമ്മനിയിലുള്ളവരാണ്. ഗേ ആൻഡ് ലുസാക്സ്, ലാ ഓഫ് ഗേഷ്യസ് വോളിയംസ്. ഗേഷ്യസ് വോളിയംസ്. ഗേ ലുസാക്സ് ലാ ഓഫ് ഗേഷ്യസ് വോളിയം. 2 പേരാണ് ഇതിനകത്ത്, ഗേ ആൻഡ് ലുസാക്ക്. ഗേയും ലുസാക്ക്. ആരോമനും അഫയും എന്ന് പറഞ്ഞു. ആരോമൻ അഫയില്ല, അവരോട് ചേർത്ത് ലാ ഉണ്ടാക്കുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് വാട്ട് ഈസ് കാൾഡ് ആരോമൻ ആൻഡ് അഫൈ. ലാ ഉണ്ടാക്കാം. ഭാവിയിൽ എന്തെല്ലാം ലാ ഉണ്ടാക്കാൻ അറിയാം. നല്ല സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് ആരോമൻ. കേട്ടോ, ആരോമൻ. ഓക്കെ, ട്രൈ ചെയ്യും. ഇതാ തുടങ്ങി. എന്താണ് ഇത്? കേൾക്കുന്നത് ഗേഷ്യസ് വോളിയംസ്. ദിസ് ലാ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് ഗ്യാസസ്. കാരണം അതിനകത്ത് തന്നെ ഉണ്ട് ഗ്യാസ്. ഉണ്ടോ? ഗ്യാസിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. ഉദാഹരണം, റിയാക്ടന്റും പ്രോഡക്റ്റും ഗ്യാസ് ആയിരിക്കണം. ഉദാഹരണമായിട്ട് നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യുന്നതാണ്. ഇത് ഗ്യാസാണ്, ഇത് ഗ്യാസാണ്. നൈട്രിക് ഓക്സൈഡ് ഗ്യാസാണ്. ഗ്യാസ് മാത്രമേ ആപ്ലിക്കബിൾ ആവൂ. ഹൈഡ്രജനും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്യുന്നു. ഗ്യാസ്, 2 ഗ്യാസ് അല്ലേ? ഹൈഡ്രക്സിൽ ഉണ്ടാവും. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്യുന്നു, അമോണിയ ഫോം ചെയ്യുന്നു. ആണല്ലോ, എല്ലാം ഗ്യാസാണ്. ഇത് ഗ്യാസാണ്. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇതെല്ലാം ഗ്യാസാണ്. ഗ്യാസിനെ ആപ്ലിക്കബിൾ ആവുള്ളൂ. പിന്നീട് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് അല്ലേ? ഓക്സിജൻ ഗ്യാസ് അല്ലേ? സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാവും. ബാലൻസ് ചെയ്ത് നോക്കി. 2SO2, 2SO3, 4 ഉണ്ടാവും. കറക്റ്റ്. ഇതെല്ലാം ഗ്യാസാണ്. റിയാക്ടൻസും പ്രോഡക്ട്സും ഗ്യാസ് ആയിരിക്കണം.
എങ്കിൽ മാത്രമേ ഈ ലാ ആപ്ലിക്കബിൾ ആകുകയുള്ളൂ. ആരോപൻ എന്തോ ഡൗട്ട് ചോദിക്കുന്നു. ആരോപൻ ദിസ് മച്ച് അതിനകത്ത് തന്നെ ഉണ്ട്. ആ റിയാക്ടൻസും പ്രോഡക്ട്സ് എന്തായിരിക്കണം? ഗ്യാസ് ആയിരിക്കണം. കണ്ടോ? ഗ്യാസാ വേണ്ട, ഗ്യാസാ. ഇത് എത്ര ഉണ്ട് ഇവിടെ? ഒന്നല്ലേ? ഒരു മോളല്ലേ? ഇതെത്ര ഉണ്ട്? ഒരു മോളല്ലേ? ഇതെത്ര ഉണ്ട്? 2 മോളല്ലേ? റിയാക്ടന്റ് ആൻഡ് പ്രോഡക്ട്സ് in a simple ratio. Number of moles of reactants and products are in a simple ratio. കണ്ടോ? ഇത് നോക്കി. 1 ഇവിടെ 1 ഇവിടെ 2 ആണ്. 1:1:2. ഇത് നോക്കി. 1 3 2 ആണ് സിമ്പിൾ റേഷ്യോ. ഇത് നോക്കി. 2 ഇവിടെ 1 ഇവിടെ 2 ആണ് സിമ്പിൾ റേഷ്യോ. എന്ത് ഭംഗിയായിട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ സ്റ്റേറ്റ്മെന്റ് വെറൈറ്റി ചെയ്ത് കണ്ടുപിടിച്ച വേറെ ആരുമല്ല, ഗേ ആൻഡ് ലുസാക് കണ്ടുപിടിച്ച് ചേർത്താണ്. അതുകൊണ്ട് ആ പേരിൽ ഗേ ലുസാക് ലാ ഗേഴ്സ് പറയട്ടെ. സ്റ്റേറ്റ്മെന്റ് പറയാം. ഇൻ എ ഗേഷ്യസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? both the reactants and the products are gases. In a gaseous reaction, that means both the reactants and products are gases. In a gaseous reaction, a simple ratio exists between the volumes of the reactants and the product. Volumes, that is 1 volume, 2 volume. A simple ratio exists between the volume, yes, volumes. Simple ratio exists between the volumes of reactants and the products. ഒന്നും കൂടി. റിയാക്ടന്റും പ്രോഡക്റ്റും ഗ്യാസ് ആണെങ്കിൽ അതിലെ റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും വോളിയം ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിന്റെയും വോളിയം എന്തായിരിക്കും? ഒരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഞാൻ മുതലെന്ന സ്റ്റേറ്റ്മെന്റ് വരാം. In a gaseous reaction, in what? A gaseous reaction. In a gaseous reaction, a simple ratio exists between the volumes of the reactants and products. A simple ratio exists between the volumes of the reactants and products. A simple ratio exists between the reactants and the products. In a simple ratio exists between the reactants and products. ഒന്നുകൂടെ പറയാം. Gay-Lussac's law of gaseous volume says that in a gaseous reaction, എഴുതാം. In a gaseous reaction, a simple ratio exists between the volumes of the reactants and products. Volumes of the reactants and products. A simple ratio exists between the reactants and products. ഇത് 2 അല്ലേ? ഇത് 1 അല്ലേ? ഇത് 2 അല്ലേ? ഇപ്പൊ 2:1:2 കണ്ടോ? ഇത് നോക്കി. 1:3:2 കണ്ടോ? ഇത് 1:1:2 കണ്ടോ? ഇത് 1:1:2. സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഒരുപാടൊന്നും പോകത്തില്ല. സിമ്പിൾ റേഷ്യോ ആയിരിക്കും. രാജ്യം എന്തോ ചോദിക്കുന്നു.
രാജ്യം കാണാൻ വയ്യ. സാർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. യെസ്, തീർച്ചയായിട്ടും. Gay-Lussac's law of gaseous volumes. In a gaseous reaction, a simple ratio exists between the volumes of the reactants and products at a constant temperature and pressure. Molecule തന്നെ. Reactants and products are in a simple ratio. ഗ്യാസ് എല്ലാം ഡയറ്റോമിക് അല്ലേ? യെസ്. അപ്പൊ അത് തർക്കമില്ലല്ലോ. ഇനി ഡൗട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. തുടങ്ങാമല്ലോ. ക്ലിയർ ആയോ? ഡെഫിനിഷൻ ഒന്നുകൂടെ പറയണോ? ക്ലിയർ? ഓക്കെ, ക്ലിയർ. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 4 ലായം കൂടെ, ഇനി ഒരു ലായം ഉണ്ട്, അത് പഠിക്കണ്ട. ഈ 4 ലായം നിങ്ങൾ വൈകാട്ടാക്കി വെക്കുക. അതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. തുടക്കുകയാണ് ഞാൻ. 4 ലായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു ലാ, ഇതിനെ ബേസ്ഡ് അല്ല, ലാസ് കെമിക്കൽ കോമ്പിനേഷൻ തീർന്നു. ഇനി ബേസ്ഡ് ഓൺ അനദർ എല്ലാ വാട്ട് ഈസ് കാൾഡ് അവഗഡ്രോ ലാ, അല്ലെങ്കിൽ അവഗഡ്രോ ഹൈപ്പോസിസ് എന്ന് പറയും. അവഗഡ്രോ ലാ, അവഗഡ്രോസ് ലാ, അല്ലെ അവഗഡ്രോസ് ഹൈപ്പോസിസ്. ഇപ്പൊ ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഇരിക്കുക, അതേ വോളിയമുള്ള ക്ലോറിൻ ഗ്യാസ് ആണ്, അതേ വോളിയമുള്ള HCl ആണെന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്യാസ് അല്ലെ അമോണിയ എന്തായിരിക്കും, എന്തോ ഇല്ലല്ലോ, അമോണിയോ എന്തുകൊണ്ടാവും പറയുന്നത് അറിയാം. ഈക്വൽ വോളിയംസ് of all gases under the same conditions of temperature and pressure contains same number of molecules. ഇതിനകത്ത് 50 മോളിക്കൂൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് 50 മോളിക്കൂൾ കാണത്തുള്ളൂ. ഇതിനകത്ത് തന്നെ 50 മോളിക്കൂൾ. സംശയമുള്ള ഒരു കാര്യം ചെയ്താൽ മതി. ഒരേ വോളിയമുള്ള 3 പൂച്ചകൾ എടുക്കുക, ഒരേ സൈസിലുള്ള 3 പൂച്ചകൾ എടുക്കുക. പറയുന്ന പാവ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. 3 പൂച്ചകൾ എടുക്കുക, ഒരു കുഴി എടുക്കുക, അല്ലെങ്കിൽ 3 പൂച്ചകളെ ഒരേ വോളിയമുള്ള 3 പൂച്ചകളെ ഒരേ വോളിയമുള്ള ഒരു ബോക്സിനകത്തിട്ട് പെട്ടിക്കകത്തിട്ട് അടയ്ക്കുക. അടച്ചിട്ട് 3നെയും കുഴിച്ചിടുക. ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഇത് തോണ്ടിയെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ബോക്സിന് എത്ര പാർട്ടിക്കിൾ ഉണ്ടോ അത്രയും പാർട്ടിക്കിൾ അടുത്ത പൂച്ചയുടെ ബോക്സിനകത്ത് കണ്ടിരിക്കും. അത് തെളിയിച്ച തെളിയിച്ചാണ്. അതാണ് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ്. ഈക്വൽ വോളിയംസ് ഓഫ് all gases, equal volumes of all gases. ഇത് ഗ്യാസ് ആണ്. under the same conditions of temperature and pressure contains same number of molecules. അതാണ് അവോഗഡ്രോസ് law or Avogadro hypothesis. Equal volumes of all gases, equal volumes of all gases under the same conditions of temperature and pressure contains same number of molecules. Okay,
കൂടുതലൊന്നും അതിൽ പറയാൻ നിൽക്കുന്നില്ല. അബൌട്ട് ദ സ്ലാ അങ്ങനെ നിൽക്കുന്നു. ദാറ്റ് ഈസ് ഇവിടെ ലാ ഇത്രയും ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു മൂവ്മെന്റിലേക്ക് പോകാൻ പോവാണ്. എല്ലാരും ഈ 4 ലായും ഈ ലായും കൂടെ നന്നായി ബൈഹാർട്ടാക്കിയല്ല വേണ്ടുന്നത്, നന്നായി മനസ്സിലാക്കിയത് പഠിക്കുക. പിന്നെ പോകൂല. അഭിരാനന്തരം പറയാനുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ആരോമൽ വീണ്ടും പറയുന്നു വൺസ് മോർ. നിങ്ങൾ പറയണോ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇതിലേക്ക് പോകാൻ പോവാണ്. അതൊന്നുമല്ല, എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ വളരെ ഇമ്പോർട്ടന്റ് ആയത് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല തീർച്ചയായിട്ടും ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരും. എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. ആമിന ഗ്ലൂക്കോസ് കഴിച്ചിട്ടുണ്ടല്ലോ? ഉണ്ട്. കെയിൻ ഷുഗർ കഴിച്ചിട്ടുണ്ടല്ലോ? ഉണ്ട്. ഗ്ലൂക്കോസിന്റെ ഫോർമുല എന്താണെന്ന് ആമിനയ്ക്ക് അറിയാം. C6H12O6. ഇതാണ് ഗ്ലൂക്കോസിന്റെ ഫോർമുലയാണ്. ദാമിനാണ് പറഞ്ഞതാണ്. നിഖിലിനും അറിയാം ഷുഗറിന്റെ ഫോർമുല എന്ന് പറയുകയാണെങ്കിൽ C12S22O11. ഗ്ലൂക്കോസിന് ഇവിടെ ഇരിക്കട്ടെ. ഇത് ആദ്യം പറയാം നോക്കാം. ഇതിനകത്ത് ഒരു 6 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്ത് എന്ത് വരും? CH2O വരത്തില്ലേ? 6 കൊണ്ട് ഇത് 1, ഇത് 1, ഇത് 2 വരത്തില്ലേ? ഇതാണ് വാട്ട് ഈസ് കാൾഡ് ദി എംപിരിക്കൽ ഫോർമുല. ഇപ്പൊ C6H6 എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുല എന്താ നോക്കും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് CH. ഇതാണ് എംപിരിക്കൽ ഫോർമുല. സ്കെലിറ്റൺ മാത്രം അതാണ് വാട്ട് ഈസ് കാൾഡ് എംപിരിക്കൽ ഫോർമുല. ആ സ്കെലിറ്റൺ എംപിരിക്കൽ ഫോർമുല ഏതാണ്? It is a short formula. It is a what? Short formula which represent the ratio of the number of atoms. Ratio of the number of atoms. 1:1, 1:2:1. The ratio 1:1. What is the empirical formula? It is a short formula which represent the ratio of the number of atoms. What is in the empirical formula? It is a short formula. It is what? The short formula which represent only the ratio of the number of atoms. A ratio of the number of atoms. It's a short formula. Short formula which represent the ratio of the number of atoms. Ratio of the number of atoms. Empirical formula is a short formula which represents the ratio of the number of atoms. Ratio of the number of atoms in a molecule. അപ്പോൾ ഇതാണ് മോളിക്കുലാർ ഫോർമുല. അപ്പോൾ എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ
ഇതിനെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയുണ്ടോ? ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടത്തില്ലേ? കിട്ടും. വാട്ട്സ് റിലേഷൻ ബിറ്റ്വീൻ മോളിക്കുലർ ഫോർമുല എംപിരിക്കൽ ഫോർമുല? മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ആക്ച്വൽ ഫോർമുല, യഥാർത്ഥ ഫോർമുല which represent the actual number of atoms. It is a formula which represents the actual number of atoms. It is a formula which represents the ratio of the number of atoms. It is represent what? The actual number of atoms. It is only the ratio of the number of atoms. വ്യത്യാസത്രേ ഉള്ളൂ. ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റം യഥാർത്ഥമായിട്ട് കാണിക്കുക, കള്ളത്തരം പറയാതിരിക്കുക, അതാണ് യഥാർത്ഥം. ഇത് കള്ളത്തരമാണ്. അതിന് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ആണോ? ഇതിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടത്തില്ലേ? ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടത്തില്ലേ? കിട്ടും. ഇപ്പൊ C3H2O ഇതിനെ ഒരു 3 മൾട്ടിപ്ലൈ C9H6O3 കിട്ടത്തില്ലേ? ഇത് മോളിക്കുലർ ഫോർമുല, ഇത് എംപിരിക്കൽ ഫോർമുല. അങ്ങനെ നമുക്ക് എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ മോളിക്കുലർ ഫോർമുല എംപിരിക്കൽ ഫോർമുല? Molecular formula is equal to empirical formula into n. What is the molecular formula? What is the empirical formula? It is the short formula. Empirical formula is the short formula which represent the ratio of the number of atoms. Which represent the ratio of the number of atoms. It represents the ratio of the number of atoms. In a molecule. Molecular formula. It is a formula. This molecular formula is the formula which represents the actual number of atoms. Which represent the actual number of atoms in a molecule. Formula represent the actual number of atoms in a molecule. Actual number of atoms in a molecule. What is the molecular empirical formula? It is the short formula. Empirical formula. It is a short formula which represent the ratio of the number of atoms in a molecule. Represent the ratio of the number of atoms in a molecule. Ratio of the number of atoms in a molecule. Molecular formula. The molecular formula എങ്ങനെ പറയുന്നത്? Molecular formula. Empirical formula clear ആയില്ലേ? Clear ആയില്ലെന്ന് തോന്നുന്നു. It is the short formula which represent the ratio of the number of atoms in a molecule. Ratio of the number of atoms in a molecule. ഈ ക്ലിയർ ആയോ? അതൊന്ന് പറയണോ? Ratio of the number of atoms in a molecule. It is a short formula which represent the ratio of the number of atoms in a molecule. Molecular formula. It is a formula which represent the actual number of atoms in a molecule. Actual number of atoms in a molecule. Actual number of atoms in a molecule. ഇനി അടുത്ത് എഴുതണം relation between molecular formula empirical formula.
relation between molecular formula and empirical formula. Molecular formula is equal to empirical formula into n. n കണ്ടുപിടിക്കുന്നത് എങ്ങനെ അറിയാം? n കണ്ടുപിടിക്കുന്നത് മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പറയാം. ഇത് തന്നെ എടുത്തു നോക്കി. ഇതല്ലേ മോളിക്കുലാർ ഫോർമുല? ഇത് എംപിരിക്കൽ ഫോർമുല അല്ലേ? ഈ മോളിക്കുലാർ മാസ് എടുക്കണം. മോളിക്കുലാർ മാസ് എത്ര വരും? 12 6 72 72 6 78 ബൈ ഇതോ എംപിരിക്കൽ ഫോർമുലയാണ്. 12 1 13 അല്ലേ? 12 13 നോക്കിയേ. 13 6 അല്ലേ? 60 6 അല്ലേ? ഏത് വേണം എടുത്ത് നോക്കി. ഇതിന് മോളിക്കുലാർ മാസ് എടുത്ത് നോക്കി. ഇതിന് മോളിക്കുലാർ മാസ് 12 6 72 12 16 6 96 കൂട്ടുക. കാരണം 8 2 10 9 10 7 12 180 180 ബൈ എംപിരിക്കൽ ഫോർമുല ഡിവൈഡ് ചെയ്ത് മാസം ഡിവൈഡ് ചെയ്ത് 12 2 16 8 2 10 3 നമുക്ക് കിട്ടിയിരിക്കും. വലിയ വെയിറ്റിനെ എംപിരിക്കൽ ഫോർമുല വെയിറ്റ് ഡിവൈഡ് ചെയ്താൽ മോളിക്കുലാർ വെയിറ്റിനെ എംപിരിക്കൽ ഫോർമുല ഡിവൈഡ് ചെയ്യുമ്പോൾ എംപിരിക്കൽ ഫോർമുല മാസം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്ത് ഇത് ഒരു പർട്ടിക്കുലർ സാധനത്തിന് കോൺസ്റ്റന്റ് ആയിരിക്കും. മാറി മാറി മാറുന്നില്ലേ? ഇതെന്ന് പറഞ്ഞില്ലേ? ഇത് ഇതെടുത്ത് മാറ്റം ഉണ്ടാകത്തില്ലേ? മാറ്റം ഉണ്ടാവും. എപ്പോഴും ആറ് തന്നെ വരത്തില്ല. നമ്മൾ ചെയ്തപ്പോ 6 ഒന്നേ ഉള്ളൂ. 6 തന്നെ വരുന്നത്. ഒരെണ്ണത്തിന് CH2 വന്നിരിക്കട്ടെ. മറ്റേതിന് പറഞ്ഞ C2 H5 അല്ല H4 O2 എന്നിരിക്കട്ടെ. അതിന്റെ ഓരോ വ്യക്തം എപ്പോഴും കോൺസ്റ്റന്റ് ആവണമെന്നില്ല. മാറി മാറില്ല. ഈ വാല്യൂ നോട്ട് കോൺസ്റ്റന്റ് ചെയ്തൊന്നും ഇതിൽ കോൺസ്റ്റന്റ് ആണെന്നേ ഉള്ളൂ. ഇതാണ് എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുല. ഇതിനെ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തിളക്കട്ടെ. ഇത് ഇങ്ങനെ ചോദിക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇരിക്കും. ഇതിനകത്ത് പ്രോബ്ലം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണത്. ഒരു കാരണവശാലും ഒഴിവാക്കരുത്. അത് പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. ഇതെടുത്ത് നോക്കിയ ഗ്ലൂക്കോസ്. എഴുതി ഫൈൻഡ് ദി ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതുക. ഫൈൻഡ് ദി percentage composition of each element in glucose. C6H12O6 glucose. Each element in glucose. എല്ലാരും പേന കാത്തു വെക്കുക. നന്നായി മനസ്സിലായ ശേഷം എഴുതുക. പഠനം കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങൾക്ക് തരാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്നാൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിന് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. മോളിക്കുലാർ മാസ് ഈക്വൽ ടു ഒരു 12 ആണ് 6 12 6 72 പ്ലസ് ഒരു ഹൈഡ്രജൻ 1 12 ഹൈഡ്രജൻ 12 പ്ലസ് ഒരു ഓക്സിജൻ 16 16 6 96. എല്ലാവരും കൂട്ടുമുത്തരും 180 കിട്ടത്തില്ലേ? ഇനി ആദ്യം പെർസെന്റേജ് ഓഫ് കാർബൺ കണ്ടുപിടിക്കാം. പെർസെന്റേജ് ഓഫ് കാർബൺ മൊത്തം 180 അല്ലേ? 180 കാർബൺ എത്രയേ ഉള്ളൂ? 72 ആണ്. ഇൻറ്റു 100%. അത്രയും പെർസെന്റേജ് എഴുതിയാൽ മതി. അതുപോലെ പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ പറയാം. 180 മൊത്തം ഉള്ളതില് ഹൈഡ്രജൻ എത്ര ഉണ്ട്? 12 ഇൻറ്റു 100. അടുത്ത പെർസെന്റേജ് ഓഫ് ഓക്സിജൻ 180 ഉള്ളതില് എത്ര ഓക്സിജൻ ഉണ്ട്? 96 96 ഇൻറ്റു 100. ഇതിന് മൊത്തം കൂട്ടും എത്ര വരണം?
180 വരണം, സോറി 100 വരണം. ഇതെല്ലാം കൂട്ടുമ്പോൾ 100 വരണം. നോക്കാം ഇതിന്റെ പെർസെന്റേജ് നോക്കാം. കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കട്ട് ചെയ്യും. 18 കൗണ്ട് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്ററിന്റെ കാൽക്കുലേറ്ററിന് തോന്നുന്നു. ഞാൻ ഉപയോഗിക്കാറില്ലല്ലോ. നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? നമുക്ക് ഇത് കട്ട് ചെയ്യാൻ വേണമെങ്കിൽ 18 വേണ്ട 9 3 3 2 6 3 4 12 6 18 64 24 40 40%. കാൽക്കുലേറ്ററിന്റെ ആവശ്യം നമുക്കില്ല. ഇത് കട്ട് ചെയ്ത് നോക്കാം. 0 ഈ 0 പോയി. 3 4 12 6 18. ഇത് 2 ഇത് 3 20/3 20/30 6 3 18 6.66 വരും. അപ്പൊ ഇതിലൂടെ കൂട്ടി കഴിഞ്ഞാൽ ഇത് പോയി 9 15 6 3 6 18 3 9 6 320/6 6 5 30 20 63 18 2 20 63 18 33. ഇതിലൂടെ കൂട്ടി നോക്കി. ഇതെല്ലാം കൂട്ടിയാൽ 100 വരണം. ഇല്ലേ തെറ്റാണ്. 40 6.66 53.33 9 9 5 എത്ര 5 3 അല്ലേ 6 3 9 5 നിലമാണ് 99.99. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്. ദാറ്റ് ഈസ് 100. ഇവിടെ 3 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇട്ടാണ്. 3 4 ഇട്ട് അടിച്ചാൽ 6 4 10 10 6 3 10 ആണ് കറക്റ്റ് ആയിട്ട് ഇട്ടുണ്ട്. ഡെസിമൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇതിനെ കൂട്ടി കഴിയുമ്പോൾ എങ്ങനെ കിട്ടും. ഓക്കെ.